സാറിന്റെ കുറെ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പലരും സാർ ഈ ആത്മീയത നേടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതൊരു സാധാരണക്കാരനും ഈ ആത്മീയത നേടാൻ കഴിയൂ? ഏതൊരു സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും കഴിയും. അവിടെ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നുമില്ല. ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനോ മുസ്ലിം ഒന്നുമില്ല. അവൻ്റെ ഉള്ളിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവണം. പക്ഷേ ആ വിശ്വാസം എപ്പോഴും ഉണ്ടാവേണ്ട 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമല്ല ഉണ്ടാവേണ്ട. മനസ്സിലായില്ലേ? അവൻ്റെ ഒരു ജീവിതത്തിനോടൊപ്പം തന്നെ അതെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്രായം മുതലേ നമ്മളൊരു വിശ്വാസം ഉറപ്പിക്കണം, ഉറപ്പിച്ച് നമുക്ക് അതിലോട്ട് ആത്മീയപരമായി നമുക്ക് മുന്നിലോട്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട് എങ്കിൽ എൻ്റെ കുടുംബത്തെ കൂടെ എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്ക് അച്ഛനില്ലാതെ വളർന്നതിൻ്റെ പേര് എൻ്റെ കുടുംബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടും പ്രാരാബ്ദമുണ്ട്. അപ്പം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എനിക്ക് നോക്കണം, എൻ്റെ ആത്മീയപരമായ ഈ കാര്യങ്ങൾ എനിക്ക് നോക്കണം. അതെൻ്റെ നിർബന്ധമായി. അതിന് ഇച്ചിരി ജോലിയുണ്ട്. അത് വളരെ ചെറുപ്രായം മുതലേ അത് നമ്മൾ തുടക്കമിടണം എന്ന് കരുതി അത് ആരെയും ഒരു മനുഷ്യനെയും ആത്മീയതയിലോട്ട് പിടിച്ചു വലിക്കാൻ പാടില്ല. അവർ സ്വന്തം മനസ്സിൽ സ്വയം മനസ്സിൽ അവർ കുടുംബജീവിതവും പിന്നെ കുടുംബത്തെ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി ആത്മീയം നടത്തുന്നതിനകത്തൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലായോ? നമുക്ക് ആർക്കും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ 60 വയസ്സ് കഴിഞ്ഞിട്ടല്ല, വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉപാസിച്ച് നമ്മൾ പ്രാർത്ഥന, ധ്യാനം, നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തയിലും ഒക്കെ വളരെ ശുദ്ധി ഉണ്ടായിരിക്കണം. പറയാൻ മനസ്സിലായില്ലേ? നമ്മൾ കഴിവിൻ്റെ പരമാവധി അറിയാതെ പോലും ഒരു റൂമിൻ്റെ ദേഹത്ത് കാല് വെക്കാതെ പോകാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്ന ഒരാൾ എങ്ങും പരാജയപ്പെടത്തില്ല. മറ്റുള്ളവരെ പറ്റി ദോഷമായിട്ട് ചിന്തിക്കത്തുമില്ല. അവിടെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നല്ല തെളിഞ്ഞ് നമ്മൾ വരും. അപ്പം ചെറുപ്രായത്തിൽ നമ്മൾ വിശ്വാസം ഉള്ളിൽ ഉറപ്പിക്കണം. ഈ പ്രപഞ്ചം നയിക്കുന്നത് നമ്മളല്ല, ഈ പ്രപഞ്ചം നയിക്കുന്ന ഒരു ശക്തി ഉണ്ട്. നമ്മളെ ഈ തൊലിക്കകത്ത് നമുക്ക് എന്തെല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ തൊലിക്കകത്ത് ഒരു തൊലിയാണ്, മൊത്തം തൊലിയാ ഇല്ലേ? ഉപകരണങ്ങളെല്ലാം അകത്താ ഇല്ലേ? വാ തുറക്കുമ്പം പല്ല് കാണാം, കണ്ണിനകത്ത് കൃഷ്ണമണി കാണാം ഇല്ലേ? കാതിൽ കൂടെ കേൾക്കാം ഇല്ലേ? എന്തെല്ലാം മുടി വൃത്തിയായിട്ട് ജീവിടാം അല്ലേ? അപ്പൊ ഉദാഹരണം പറഞ്ഞപ്പം നമ്മളെ മുറ്റത്ത് അതുപോലെ അവിടെ ഒരു മരം നിൽക്കുന്നു, ഒരു തെങ്ങ് നിൽക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടടുത്തൊരു മാവ് നിൽക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്ലാവ് നിൽക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്ത് മാറി വേറൊരു കാട്ടുവർഗം നിൽക്കുന്നു. അത് കഴിച്ചാൽ നമ്മൾ ചത്തു. പക്ഷെ അതിൻ്റെ തൊട്ട് ഒരുമിച്ച് വളർന്നു വന്ന ആ മാവിലെ മാങ്ങ തിന്നാൽ നമ്മൾ മരിക്കില്ല, ഗുണമാണ് കിട്ടുന്നത്. എല്ലാം ഈ മണ്ണിൽ നെല്ല് വരുന്നത്, എല്ലാം മണ്ണിൽ നെല്ല്. അപ്പം ആ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? ഈ മണ്ണല്ലേ എല്ലാം, നമ്മൾ ഈ കാണുന്നതെല്ലാം ഈ മണ്ണിനടിയിൽ നിന്ന് എടുത്തതാണ്. ഈ മണ്ണിനകത്ത് കണക്കറ്റ വസ്തുക്കൾ. ഇന്നിപ്പം നമ്മുടെ മുറ്റത്ത് ഒരു തരം ചെടി കിളിച്ച് നിൽക്കുന്നു, ഒരു തരം പോച്ച കിളിച്ച് നിൽക്കുന്നു. 2 ആഴ്ച കഴിയുമ്പം ആ സ്ഥാനത്ത് വേറൊന്ന് കിളിക്കുന്നു. എണ്ണമില്ല. മനുഷ്യന്റെ പിറവി, മനുഷ്യന്റെ മുഖ സാദൃശ്യം എങ്ങനെയാണോ മാറി മറിയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഭൂമിയിൽ ആ വസ്തു. തെങ്ങെന്നും തെങ്ങ് തന്നെയായിട്ട് നിൽക്കുന്നു. പക്ഷെ മറിച്ച് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുറ്റത്ത് നിൽക്കുന്ന പോച്ചകൾ എന്നും ഒരേ തരത്തിലുള്ള പോച്ചാണ് കിളിക്കുന്നത്. ഇന്ന് നമ്മൾ ആ കിളിക്കുന്ന പോച്ച ഒന്ന് ചെത്തി കളഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് നോക്കേ, അതല്ല കിളിക്കുന്നത്, വേറെ കിളിച്ച് നിൽക്കും. ശരിയല്ലേ? അപ്പം അത് ഒരു സന്ദേശമാണത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതൊരു വിശ്വാസത്തിന്റെ ഒരു വിശ്വാസമല്ലേ നമ്മളെ താങ്ങി നിർത്തിക്കുന്ന ഭൂമി അല്ലേ? ഇതിന്റെ അടിയിൽ എന്താണ്? ഉരുകി ഒഴുകുന്ന ലാവയും അതും ഇതും ഒക്കെ നിറഞ്ഞതാണ് ഈ ഭൂമിക്കടി അല്ലേ? എന്തിൻ്റെയൊക്കെയോ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം, ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ നിൽക്കുന്നത്. നമ്മൾ എന്തെങ്കിലും അറിയുന്നോ? നമ്മളിരിക്കുന്നത് നല്ലപോലെ കറങ്ങുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നോ? ഇല്ല. അതാണ് അവിടം ഒരു ശക്തിയില്ലേ? അപ്പൊ ആ ശക്തിയെ നമ്മൾ ആകുന്നതിൻ്റെ അത്രയും മനഃശുദ്ധിയോടുകൂടി, ഹൃദയശുദ്ധിയോടുകൂടി നമ്മൾ ഗുരുത്വത്തോടെ ആത്മാർത്ഥമായി നമ്മൾ ഭജിക്കണം. മനസ്സിലായി? നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ എന്ന് പറഞ്ഞ് നമ്മളുടെ ആ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ അച്ഛനും അമ്മയും സഹായിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ പഠിക്കുക, ആവശ്യത്തിന് മാത്രം മൊബൈൽ നോക്കുക, ആവശ്യത്തിന് മാത്രം ഇപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോപം, നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കോപം നിയന്ത്രിക്കണം. കോപം
നിയന്ത്രിക്കണം. ചെറിയ പ്രായങ്ങൾ വരുമ്പം അവർക്കൊക്കെ അത് കൺട്രോൾ ചെയ്താൽ മുതിർന്നു വരുമ്പം അവർ വളരെ ശാന്തമാവും, അവരൊരു പക്വതയിലെത്തും. മനസ്സിലായി? അപ്പം നമുക്കിത് ചുളിവിന് പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ രഹസ്യം എന്നൊക്കെ നമ്മൾ ഒരാൾ പറഞ്ഞു തന്ന് അങ്ങനെ പഠിക്കരുത്, സ്വയം നമ്മൾ അന്വേഷിക്കണം. അല്ല, അപ്പോ സാറ് പറഞ്ഞു നമ്മള് ചെറുപ്രായത്തില് ഇതിനു വേണ്ടി പ്രാപ്തരായാലും നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ സംഭവിക്കും, എങ്കിലേ ഇതിന് ആഴം ഏറും, ഇതിന് ശക്തി ഏറും. ഇപ്പൊ എനിക്കിപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ ഈ ഒരു പ്രായത്തില് എനിക്ക് നേടാൻ കഴിയുമോ? പറ്റത്തില്ല, ഒരിക്കലും അത് നടക്കത്തില്ല. കാരണം നമ്മൾ ഇപ്പം ഉദാഹരണം, മോൻ ഇന്നലെ കഴിച്ച ആഹാരം എന്തൊക്കെയായിരിക്കും? രാവിലെ ദോശയായിരുന്നു, രാത്രി ചപ്പാത്തിയും കഴിച്ചായിരുന്നു. ചപ്പാത്തിക്ക് എന്തായിരുന്നു കറി? രാത്രി ഉള്ളിക്കറി എടുത്ത. ഉള്ളിക്കറി മാത്രം. അതിന് തലേന്ന് എന്തോ അരിച്ചു? തലേന്ന് ചോറ്. എന്താ കറി? ഒരു പൊരിച്ച മീൻ ഉണ്ടായിരുന്നു. അവിടെ പോയില്ലേ കാര്യം? നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തൊലിക്കകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനല്ല. തത്വമസി എന്ന് പറയുന്നത് എന്തിനാ? തത്വമസി നാം അല്ലേ? ഞാൻ നീ ആവുന്നു അല്ലേ? സത്യമല്ലേ? അപ്പം നമ്മൾ തേടുന്ന എന്തിനെയാണ്? ഈശ്വരനെയാണ്. നാം നമ്മെ തന്നെ തേടുന്ന ആ ശക്തി എവിടെ ഉണ്ട്? ഈ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മളുടെ ആ ഉള്ളപ്പം എങ്ങനെ ഇരിക്കണം? പരിശുദ്ധിയായിരിക്കണം. ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും നമ്മൾ ഓർമ്മ കൊണ്ടും എല്ലാം നമ്മൾ അത് ശുദ്ധീകരിക്കണം. ഒന്ന് ചിന്തിക്കണം, ഈ ഭൂമി മാതാവെന്ന് ഉള്ള ഈ ഭൂമിയെ നമ്മൾ ആരെല്ലാം മലവിസർജനം നടത്തി അമ്മയുടെ തലയിൽ നശിപ്പിക്കുന്നു അല്ലേ? അമ്മ സഹിക്കുന്നില്ലേ? പൊറുക്കുന്നില്ലേ? അമ്മയായിട്ടിരിക്കുന്നില്ലേ? ശുദ്ധമായ ജലം നമുക്ക് അരിച്ചു തരുന്നില്ലേ? അല്ലേ? അപ്പം നമ്മൾ ആരെന്ന് നമ്മൾ അറിയുന്നില്ല. ഒരു മനുഷ്യനും അറിയുന്നില്ല നമ്മൾ ആരാണെന്ന്. ഓരോ മനുഷ്യനിലും ഉണ്ട് അതിഘോരമായ ശക്തി, അതിഗംഭീര ശക്തി. അറിയോ? നമ്മളായി മാറണം. നമ്മൾ ഒരു ദൈവം, ഇത് ഒരു കുടുംബത്തെ പോറ്റാതെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നോക്കാതെ നീ എന്നും ആത്മീയതരമായിട്ട് പോയാന്ന് പറഞ്ഞാൽ അത് ഒരു ശാപത്തിൽ പോയി നിൽക്കും. ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ കുടുംബം, അച്ഛനമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടെങ്കിൽ ആ വിവാഹം. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഒരു ശുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പറഞ്ഞ മനസ്സിലാവണം. വിവാഹം കഴിച്ചതുകൊണ്ട് അശുദ്ധി ആവണമെന്നില്ല, പക്ഷെ നമ്മൾ അശുദ്ധിയിലോട്ട് പോയാൽ അശുദ്ധിയാവും. പറഞ്ഞ മനസ്സിലായി? വിവാഹം എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ആദിപരാശക്തി അമ്മ എല്ലാ ഇതും പെൺകുട്ടികൾക്കായാലും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അത് പല കാര്യങ്ങളുണ്ട്. നമ്മൾ ആഴത്തിലിറങ്ങി നമ്മൾ ഉള്ളുകൊണ്ട് ഈശ്വരനെ ഭജിച്ചു തുടങ്ങണം. സദാ നമ്മുടെ നാവിൽ അനാവശ്യ വാക്കുകളൊന്നും വരാതെ നമ്മൾ നല്ലതുപോലെ നല്ല ശുദ്ധമായ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. കണ്ടമാനം ഈ പറഞ്ഞാൽ ഞാനിത് പറയാൻ പാടില്ല. കാര്യം വളർന്ന തലമുറ നിങ്ങളോടൊക്കെ അത് പറയാൻ പാടില്ല. നിങ്ങളുടെ ഇറച്ചി മീനും കഴിക്കരുത് എന്ന് പറഞ്ഞാൽ മോൻ അനുസരിക്കുക. മോൻ കേൾക്കുമോ? മോൻ പറ അത് പറ്റത്തില്ല, എനിക്ക് ഇച്ചിരി മീൻ കറി വേണം, അല്ലെങ്കിൽ എനിക്ക് ഇരി മുട്ട വേണം. അതിപ്പോൾ മോനെ കുറ്റമുള്ള കാര്യമില്ല, അതാണ് പ്രായം, അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് അതായിരുന്നു. അപ്പൊ അത് അന്നങ്ങ് നടന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇതൊന്നും കാണുന്നതും ഇതൊക്കെ നമുക്ക് വലിയ വിഷമോ, നമുക്ക് കാണുന്നതൊന്നും നമുക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് ചെറുപ്രായത്തിലെ നമ്മൾ കുറെ പരിശ്രമങ്ങളൊക്കെ നടത്തി ഇതിന്റെ സ്വയം അന്വേഷണങ്ങൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ നമ്മൾ ഉണർത്തിയെടുക്കണം. അത് ഇച്ചിരി പാടാം, ഇച്ചിരി പാടാം. കാരണം വെച്ചാൽ അത് നിസ്സാരമായിട്ട് തന്നെ കാണാൻ പറ്റില്ല. അത് അതിനകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ കാണും. ഇപ്പൊ എൻ്റെ അടുത്ത് പലരും ഒരുപാട് പേര് വിളിച്ചിട്ട് അവർക്ക് അറിയേണ്ട ഈ ഭാഗ കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്തുള്ള കുറെ രഹസ്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന രഹസ്യങ്ങൾ നിസ്സാരമായി പുറം ലോകത്തോട് പറയാൻ പാടില്ല. അവരും അത് അറിഞ്ഞ് അവരും ആ ത്യാഗം അനുസരിച്ച് അറിഞ്ഞ് വേണം. എങ്കിലേ ദൈവത്തിന് എടുത്ത് നമുക്ക് അത് ഒരു കടപ്പാടും അല്ലെങ്കിൽ ഒരു ഇതും ഉണ്ടാവുള്ളൂ, ഭക്തി ഉണ്ടാവും. ഈശ്വരദീനം മനസ്സിൽ ഉറപ്പിച്ച് ജീവിച്ച നമ്മളെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമുക്കും അതിനുള്ളൊരു യോഗവും നിയോഗവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ തന്നെ എത്തും. നിനക്കൊരു നിയോഗമാണ്,
അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ ഒരു ചെറുപ്പക്കാരോടും അങ്ങനെ ഒരു ഇത്, പക്ഷെ അവരുടെ അടുത്ത് നേർവഴി നടക്കാൻ പറയും. തൽക്കാലം നേർവഴി ചിന്തിക്കുക, നേർവഴി പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ ഓർക്കുക ഒക്കെ ചെയ്യുക. നമ്മൾ എപ്പോഴും ഈ ചില സമയങ്ങളിൽ കുറച്ചൊക്കെ വ്രതം എടുക്കുക, പറഞ്ഞ പോലെ നമ്മൾ ഭക്തിപരമായ നാമങ്ങൾ ചെല്ലണം, അതൊക്കെ ചെയ്യണം. അതൊക്കെ ഒരു തുടക്കമാണ്. ഒരു ചെടി നട്ടിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് വളമിട്ട് ഇങ്ങനെ കിളിപ്പിച്ചെടുക്കുന്നില്ലേ എന്ന് പറഞ്ഞല്ല, അതൊക്കെ ഇങ്ങനായി ഒരിക്കലും നമ്മൾ പറയത്തില്ല ഈ പ്രായത്തിൽ പോയി ഇങ്ങനെ ആവൂ, ഭക്തി ആവൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ്, അത് ഒക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. നമ്മളായിട്ട് പറഞ്ഞത് ചെയ്യിക്കത്തില്ല.